ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കണ്ണടിച്ച് പോയ അവസ്ഥയിലാണെന്ന് ഞാനൊക്കെ എണീക്കണത്. അർജൻറ്റീനൻ്റെ കളി, ഇംഗ്ലണ്ടിൻ്റെ കളി, പിന്നെ കോണർ മക്ഗ്രഗറിൻ്റെ കളി, ഇതൊക്കെ പാടെ കഴിഞ്ഞപ്പോത്തിന് മനുഷ്യൻ്റെ പുടിവള്ളി ഫുള്ള് തെറ്റിയ രൂപത്തിലാണ് ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ പുലിക്കുട്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്. അതിഥികളിൽ ആദ്യമായി എൻ്റെ അടുത്ത് വന്നവൻ എൻ്റെ സ്വന്തം ചങ്കിന് മങ്കും മങ്കുണിയുമായ എൻ്റെ ഈക്കു ഇന്ന് നിലമ്പൂരിലേക്ക് വന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. വരൂ. നല്ല ഡ്രൈവിംഗ് സീറ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇക്കൊന്ന് നിലമ്പൂരിൽ വന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. എന്തായിരുന്നു ആദ്യത്തെ കാരണം? ഫിർമീഗോക്ക് വണ്ടി, വണ്ടി തപ്പ ഇറങ്ങിയതേനു. വണ്ടി നോക്കി വെച്ചിക്കണേ. നമ്മള് ഫിർമീഗോല് എന്താ വെച്ചാൽ ഡോഗ്സിന് ഇതിന് പെട്ടെന്ന് ഡെലിവറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെച്ചാൽ ഹോം ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു വണ്ടി വേണം. അതെ. അപ്പൊ ഒരു ഈക്കോന്റെ വണ്ടി നോക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, കണ്ണും തുറക്കാൻ ഈക്കോ വന്നത്. അപ്പൊ അന്ന് ഈച്ചുവിന്റെ വണ്ടിയിൽ നമ്മളൊരു ട്രിപ്പ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നൊരു സൺഡേ ഫണ്ടേ ആയതുകൊണ്ട് തന്നെ ഒരു ഫണ്ണി ഡേ ആക്കി മാറ്റാൻ, ഒരു ആനന്ദ നൃത്തമാടുന്നൊരു ദിവസമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നും ക്യാമറ അസിസ്റ്റൻസുമായി നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അസീബ് അവർകളാണ്. അസീബ് ഒരുപാട് ദിവസമായി എൻ്റെ അടുത്തേക്ക് വരാ പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് ദിവസമായി അസീബിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കഥ പറഞ്ഞാൽ അസീബിനെ പോട്ടുന്ന അസീബിനെ അറിയാം. അപ്പോൾ കെൻസൽ മുനീറും റായിഫൊക്കെ എന്താ വെച്ചാൽ നിക്കാഹിന് മാറ്റണ പോലെ മാറ്റിയിരിക്കണേ. ഒരുപാട് നിക്കാഹിന് വൈകാതെ മാറ്റേണ്ടി വരുമെങ്കിലും നിക്കാഹിന് മാറ്റേണ്ട പോലെ ഇതാ കക്കടംപോയിലേക്ക് പോയപ്പം അത് മനസ്സിലായി. കുറച്ച് ബാക്ക് നല്ല ഇതിൽ കിട്ടുള്ളൂ. ഇതാ കക്കടംപോയിലേക്ക് പോകാറിനപ്പം നിക്കാഹിന് പോകാന്നാണ് കേട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ടുണ്ട് കെൻസുൽ മുനീർ അവർകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റായിഫ് ഇതേപോലെ ഒരു വെള്ളത്തൊപ്പിയും. റായിഫേ അടന്ന ബ്ലൂ ജീനും സൽമാനോ എടുത്തു. ചെക്കന്മാരൊക്കെ ഫുള്ള് കേറി റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പുതിയ വണ്ടി? എങ്ങനെയുണ്ട് പുതിയ വണ്ടി? അടിപൊളിയാണ്. എന്തെങ്കിലും ഇവിടെ തന്നെ തിരക്കണേ. ഇപ്പൊ സീറ്റ് പിടിച്ചതാണ്, 2 സീറ്റ് കിട്ടി. അപ്പൊ ബാക്കിൽ ഇരിക്കാതൊക്കെ ഉള്ള ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടോമാറ്റിക് സീറ്റാണ്. ഹൈക്രോസ് പോലല്ലേ വണ്ടി, ഒരുപാട് ഓപ്ഷൻസ് അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് സീറ്റ് പൊന്തി വരും. ബാങ്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കൾ, എന്തായാലും നമ്മൾ പോയി വരാം. നമ്മുടെ കപ്പിത്താൻ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞിട്ടാണ് ഈച്ചുതിൻ്റെ മുന്നിൽ കയറിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ് ടീച്ചു. അതായത് എനിക്ക് എത്ര വയസ്സ് അയച്ചോ? 21 വയസ്സിൽ സ്വന്തമായി വാങ്ങിയ ഫോർഡ് എൻഡേവറുമായിട്ട് കൂട്ടുകാരെ മൊത്തം കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായാലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ബാക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഇടങ്ങാറായിട്ടുള്ളൊരു മൊമെൻ്റ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യണത്. അഫീഫും അസീബും വരാല്ലേ? അപ്പൊ പോർച്ചുഗല് കളം വിട്ടതോടെ ഡെമ്പലെ ബോക്സിൽ നിന്നും ഡെമ്പലെ, ബോക്സിന്റെ പുറത്ത് ഡെമ്പലെ, ബോക്സിന്റെ അകത്ത് ഡെമ്പലെ, ബല 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 ബല. ഇങ്ങോട്ട് വാ ബാഫിയ. ഡെമ്പലെ ഇമ്മാക്കൊരു അസിസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അസിസ്റ്റ് നൽകാൻ വേണ്ടി വന്നതാണ്. അപ്പം അമ്മച്ചിക്ക് നമ്മളെ ഇവിടുത്തെ കുടിവെള്ള ആവശ്യാർത്ഥം ആ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അഫീഫ് വന്നിട്ടുള്ളത്. അഫിയേ, അപ്പം നമ്മളിന്ന് എങ്ങോട്ടാ പോണത്? കക്കടംപോയിലാണ് പറയപ്പെടുന്നത്. ഇനി ഇന്നാളത്തെ മാതിരി കുരിശുമല കയറി വരുമോന്ന് അറിയില്ല. നാളെ ഇതേമാതിരി
നബീലെ ഈ ക്ലാസ് മതിക്കാ നബീലെ അന്റെ വക എനിക്കൊരു ഫുഡ് അത് കഴിഞ്ഞു ജിന്റെ 5 വാങ്ങിക്കൊടുത്തു. ആരാ എന്റെ ആദ്യത്തെ ഫ്രണ്ട്? സൂര്യ. ആരാ എന്റെ ആദ്യത്തെ ഫ്രണ്ട് പറയും? ഞാനല്ലേ? നമ്മള് സ്പ്ലിറ്റ് ഇട്ടാണ് പറഞ്ഞ വണ്ടി നോക്കാൻ പോണേന്റെ ചെലവ് ഞാൻ പറഞ്ഞു ഒന്നേ സ്കൂട്ടി എടുക്കാം അല്ലേ ഇപ്പൊ ഇവിടെ മൈലേജ് ഉള്ള ഡിസയറാണ്. അപ്പൊ CNG ഒന്നും അടിച്ചാൽ മുതലാവില്ല എന്റെ ഈ ഒരു വണ്ടൂര് പോയി വരുന്നതിന് 1000 റുപ്യ ഞങ്ങൾക്ക് CNG അടിച്ചിരുന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ എന്റെ പേർ എടുക്കാം. അപ്പൊ അതും പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു ഫുഡെങ്കിലും വാങ്ങി തരാൻ ചോദിച്ചു. വാങ്ങിത്തരാം. ഫുഡ് വാങ്ങിച്ചു 2 പീസ് ആവാണ്ട് കഴിച്ചു മുതലാക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഭക്ഷണം വേണ്ടല്ലോ. ബോക്സിൽ നിന്നും ഡംബലെ ഇതാ പോർച്ചുഗൽ പുറത്തുപോയപ്പോൾ ഡംബലെ പോലീസും എംബപ്പയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ത്രിവർണ്ണ കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിന് ഒരു പറ്റം സപ്പോർട്ട് നൽകിക്കൊണ്ട് ഫിഫ വന്നിരിക്കുന്നു. ഫ്രാൻസിന് സപ്പോർട്ട് ഉണ്ടോ? ഞാൻ ടീം മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബോക്സിൽ നിന്നും ഡംബലെ തിരിഞ്ഞേക്ക്. ഫ്രാൻസിന് ഓൾറെഡി 2 കപ്പ് ഉണ്ടല്ലേ? അസിഫ് കയറടാ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ നമുക്ക് പോയേക്കാം. പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മസ്റ്റ് ആയിട്ടും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എല്ലാവരും നല്ലൊരു ഞായറാഴ്ചയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് പുണ്യം നേടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ വ്ളോഗ് കണ്ട് ടിങ് ബട്ടണും കാര്യങ്ങളും അടിച്ചുകൊണ്ട് മാത്രം ഈ വ്ളോഗ് കാണുക എന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഗൈസ് നമുക്ക് എല്ലാവർക്കും പോയേക്കാം. യാത്രക്കിടയിൽ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വണ്ടി സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 105 പരം വെറൈറ്റി പായസങ്ങൾ പറഞ്ഞിട്ടുള്ള ഷോപ്പ് നമ്മൾ കണ്ടത്. അപ്പം കെൻസു മുനീറൊക്കെ ആദ്യം റെഡി ആയി വന്നിട്ട് എന്ത് ചെയ്തു, മധുരം കുടിക്കേണ്ട ടൈമായപ്പോൾ നേരെ കയറി വന്നു. അതുപോലെ തന്നെ ഇക്കു സൽമാനൊക്കെ എന്താ വെച്ചാൽ ഓൾറെഡി മധുരം കുടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി പായസം. എന്തൊക്കെ ഫ്ലേവർ ഉണ്ട്? അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, അത്തിപ്പഴം ഉണ്ടാവില്ല. ഓരോ വെറൈറ്റീസ് അല്ലേ? ഓ ഡിഫറെന്റ് മെനു. ഓക്കെ. അപ്പൊ എല്ലാരും കക്കാടമയിലൊക്കെ പോകണ്ട. ഇവിടെ എന്തായാലും കയറിയൊക്കെ. ഇതാണ് ആലിയ. ബാക്കിൽ നിൽക്കുന്ന ആളാണ് ആലിയ. നേരെ വണ്ടി നിർത്തിയപ്പോ വണ്ടിന്റെ ഉള്ളിൽ ഓടി കയറി വന്ന ആളാണ് ആലിയ. ആലിയ എത്രാം ക്ലാസ്സിലാ? സ്കൂളിലാ? മുദീരിയ. ഓക്കെ. അതുപോലെ അസ്ലം ഉണ്ട്. അസ്ലമും നമ്മളെ ചെക്കനുണ്ട്. ബാ. അപ്പൊ അസ്ലമും നമ്മളെ വണ്ടി നിർത്തിയപ്പോ നേരെ നമ്മളെ അടുത്തേക്ക് വന്ന കുട്ടിയാണ്. അസ്ലമിന്റെയും ആലിയന്റെയും സംരംഭം കേട്ടോ. കുടിച്ചോളി. അത് കുടിച്ചോട്ടെ. മാഷാഅല്ലാഹ്. എനിക്കാണ് ഞാൻ മധുരം അതേ വില കൊണ്ടൊക്കെ കുടിപ്പിച്ചേ. കുടിക്കി. അപ്പൊ എന്തായാലും സൽമാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിനി. എനിക്ക് തോന്നണില്ല അത് പായസം കൊണ്ടാ പരാതി തീരുന്ന് എനിക്ക് തോന്നണില്ല സൽമാൻ്റെത്. പെപ്സിൻ 7-Up വാങ്ങി വണ്ടിയിൽ നിറക്കുക. +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ തുറക്കുന്ന് പറയാ. അഞ്ചന്മാരും ഏട്ടന്മാരും ഉണ്ടാക്കിയ സുഖ സൗകര്യങ്ങൾ ആനന്ദകരമായി ജീവിച്ചിട്ട് അതിന് 20 റുപ്യൻ്റെ പെപ്സി. ചിലവില്ല അവനെ കൊണ്ട്. 20 റുപ്യൻ്റെ 2 പെപ്സി 7-Up മാത്രം. അത് ഓരോ ദിവസം അല്ലേ മാറി വരിക. എങ്ങനെ അഫീഫല്ലേ? ചെറിയ അതവൻ ഇങ്ങനെ പെപ്സി കുടിച്ച് നടക്കാന്നുള്ളൊരു സംഭവം അഫീഫിനെ കൊണ്ടൊരു ഇടങ്ങാറുള്ളൂ. വേറെ ഇടങ്ങാറൊന്നുമില്ല. ആലിയ പക്ഷെ ഇടക്കൊക്കെ നല്ലതാ. ഇജു കുടിച്ചോ? അപ്പൊ എല്ലാരും വരട്ടോ. ഇതാണ് ഷോപ്പ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ട്? കുട്ടികളെന്നും ഉണ്ടാവോ? ഇല്ല, ശനി ഞായറുണ്ടാവും. ഓക്കെ. അപ്പൊ സ്കൂളില്ലാത്തന്ന് കുട്ടികളുണ്ടാവും. കുട്ടികളാണ് നമ്മളിങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ. രണ്ടാളും വണ്ടി നിർത്തിയപ്പോ വണ്ടീന്റെ അടുത്തേക്ക് രണ്ടാളും ഓടി വന്നിട്ടാ. ആലിയും വന്നു, അസ്ലമും വന്നു. അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ടാറ്റ എടുക്കി. ആലിയ ടാറ്റ എടുത്ത്. ടാറ്റ. ഓ ആലിയക്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ആലിയന്റെ വക ഒരു ടാറ്റ എടുക്കി. എന്റെ കുട്ടി ടാറ്റാ. അസ്ലം ടാറ്റ എടുക്കി. ടാറ്റാ. അപ്പൊ വീഡിയോസ് കാണണല്ലോ നമ്മള്. ഞാൻ വന്നാണെങ്കിലേ അപ്പൊ തന്നെ ഷോർട്സ് എടുത്തിട്ടേ അപ്പം നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ അസറൂന്റെ അഞ്ചനുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഫീഡിന്റെ ഉള്ളിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ നാട് കേട്ടോ. യമൂനെ വളർത്തുകയാണ് നമ്മളെ നാട്ടില്. നാടൊക്കെ വലിയ വികസനത്തിന്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടെ യമുക്കളൊന്നും ഇല്ലേനു. ഇപ്പൊ യമു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇപ്പൊ യമുകളെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നബീലൊക്കെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളെ വരവ് കൂടി നാട്ടിലേക്ക്, നിലമ്പൂരിലേക്ക്. നിലമ്പൂരിന്റെ വികസനം
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യമുന വാങ്ങേ യമു വലുതായ രസാവും, യമുന് രസാവും. ആരെ കൊണ്ടടക്ക അപ്പൊ അഫീഫ് ഇതാ മാർക്കോനെ മിസ് ചെയ്തിട്ട് ഒരു നാടൻ മാർക്കോനെ കമ്പനി ആക്കിയിട്ടുണ്ടോ. അഫീഫ് അതിനെ കളിപ്പിച്ച് നിൽക്കുകയാണ്. സൂം ചെയ്തൊക്കെ മൊയിലാളി ഇത്രയും കാലം എവിടെയായിരുന്നു മൊയിലാളി? ഞാൻ മൊയിലാളിൻ്റെ കൂടെ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം. ഞാൻ വേണമെങ്കിൽ അവിടെ ഫുള്ള് സെക്യൂരിറ്റി ഫുള്ള് സെറ്റാക്കാം മൊയിലാളി. എന്തെങ്കിലും പട്ടി ബിസ്ക്കറ്റ് വാങ്ങിത്താ മൊയിലാളി. എന്തെങ്കിലും ചില്ലറ ബിസ്ക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങിത്താ മൊയിലാളി. മൊയിലാളി ഞാൻ എന്നാ പോയിട്ട് വരാം. ബിസ്ക്കറ്റും ഇല്ല, ഒരു തേങ്ങയില്ല മൊയിലാളി കയ്യിൽ. ഞാൻ പോവാ മൊയിലാളി. അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതേമാതിരി എല്ലാ സ്റ്റോപ്പിലും ചവിട്ടുക. പീടികകൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ചവിട്ടുക. നമ്മളെ ട്രിപ്പിൻ്റെ പ്രത്യേകത ചായപ്പീടിക കണ്ടാൽ ചവിട്ടുക. അസീബൊക്കെ കണ്ടില്ലേ പഴംപൊരി തിന്നുക. ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റണില്ല ട്രിപ്പിന്. ചായ കുടിച്ച പഴംപൊരി തിന്നുക. റായിഫ് അതാ പരിപ്പോടെ തന്നെ. ഇജെന്താ ഓർഡർ ചെയ്തത്? പൊറാട്ടയും നബീല് പൊറാട്ടയും കാടമുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടോ? നബീല് ഇത് കണ്ടിട്ട് നല്ല കുടിവെള്ളം തായ്ലൻഡത്തെ വെള്ളങ്ങൾ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ കയറി കേട്ടോ. അപ്പൊ ഇത് ഇവിടുത്തെ ഫ്ലസ്കാണ്. ഫ്ലസ്ക് വെച്ചിട്ട് ഫ്രിഡ്ജ് ഫ്ലസ്കാണ്. ഫ്ലസ്ക് ഈ നാട്ടിൽ ഇത് ആദ്യാ. അപ്പൊ പട്ടിക്ക് കാടമുട്ട അഫീഫേ. ഇതൊക്കെ പട്ടിക്ക് കാടമുട്ട കൊടുക്കണം അഫീഫ്. അതൊന്നോ മസാല മാത്രം തിന്നണത്. അതാ ആരും വിശ്വസിക്കാറില്ല. കണ്ണുമുട്ടി പട്ടിക്ക് ബുദ്ധിയുണ്ട് കേട്ടാ. നമ്മളെ വരെയല്ല. പട്ടി അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ തിന്നണുള്ളൂ. എന്നിട്ട് തന്നെ തിന്നണില്ല കേട്ടോ. പൂവല്ലെന്നാലോ ഞാൻ മറ്റേ ബീഫും തും പറഞ്ഞേ തിന്നു ഫുള്ള് ചെക്ക് ചെയ്തിട്ട്. അല്ല മസാല ആദ്യം തിന്നാണ് കളഞ്ഞ് പച്ചമുട്ടയാണ് സുഖമായിട്ട് തിന്നു. അപ്പൊ ഈ ഫ്രിഡ്ജ് കണ്ടിട്ടാണ് കയറിയിരിക്കണത് കേട്ടോ. ഫ്രിഡ്ജ് തായ്ലൻഡത്തെ ഫ്രിഡ്ജ് പോലെ ഉണ്ട്. പക്ഷേ ഫ്ലസ്ക് കണ്ടത് ഫ്ലസ്ക്. അപ്പൊ നിങ്ങളല്ലേ ഭക്ഷണം കഴിക്കാൻ മുട്ടിന് പറഞ്ഞപ്പോ ഒന്നും വേണ്ടേ? ടീലോ മതിയാ? മേലെ ഒന്നുമില്ല. എന്ന് ഫുള്ള് ജന അവിടുത്തെ ഭക്ഷണമൊക്കെ എല്ലാം കഴിഞ്ഞ് കാണും. ഉച്ച മേലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും. അങ്ങനെ നമ്മൾ 5-6 കൊല്ലത്തെ പ്ലാനിങ് ആണ് കക്കാടംപൊയിലേക്ക് വരണം എന്നുള്ളത്. 1 മണിക്കൂർ ഇപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മളെന്ത് 5-6 കൊല്ലത്തെ പ്ലാനിങ് വെച്ചാൽ നമ്മളെ ചെക്കന്മാരെല്ലാരും ഇതാ കക്കാടംപൊയിലെത്തി. എല്ലാരും എത്തി. നബീലൊക്കെ വൻ ഹാപ്പിയാണ്. കാരണം പ്രകൃതി കണ്ടിരിക്കാണ്. ആ ഹാപ്പിനെസ് ഒക്കെ ഫേസില്. നബീൽ ഇന്ന് 5 മുട്ട, ഒരു വേ പ്രോട്ടീനും 2 നേന്ത്രപ്പായ തിന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മളിപ്പോ ഒരു നാട്ടിൽ കോട കാണാൻ വന്നാൽ അന്ന് കോട ഉണ്ടാവില്ല. നമ്മള് കുളം കാണാൻ വന്നാൽ അന്ന് കുളം പറ്റിയേക്കും. ഇനി വല്ല ജന്തുക്കളെയും കാണാൻ വന്നാലേ ജന്തുക്കൾ എന്തെങ്കിലും അസുഖമായിട്ട് കിടപ്പില്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് കക്കാടംപൊയിൽ എന്തില്ല, കോടയും കാര്യങ്ങളൊന്നുമില്ല. കാർമേഘ ഉണ്ട്. ഹൗലവല കാണുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കക്കാടംപൊയിലൊക്കെ വലിയ വികസന പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പാർക്കിംഗ് വൻ ഫുള്ള്, എല്ലാ ചായക്കടയും ഫുള്ള്, എല്ലാ റോട്ടിലൊക്കെ ഫുള്ള് ആൾക്കാര്, ഫുള്ള് ടൂറിസ്റ്റ് ബസ്. അല്ലാ, വാഗമൺ ഊട്ടി പോലെ ആയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കക്കാടംപൊയിൽ സുഹൃത്തുക്കളെ. അവിടെ ഒരു പന്തൽ കെട്ടി മാലിട്ട് ചായ വിറ്റ് കഴിഞ്ഞാണ്ടല്ലോ ഇപ്പൊ ഉണ്ടാക്കണതിന്റെ ഇരട്ടി 10 പൈസ ഉണ്ടാക്കാം. ചില്ലറ പരിപാടിയല്ല. ചായക്കടകൾ ഫുൾ വൻ ബിസിനസ് ആണ് കക്കാടംപൊയില്. ഇവിടെ വേറൊരു ചായക്കടയിൽ ഫുൾ ജനം. ചായ കുടിയോട് കക്കാടംപൊയിലോ? എവിടെ? ടർഫല്ല, ഞാൻ പൊട്ട ഇതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എങ്ങോട്ടാ പോയോക്കെ അപ്പൊ നമുക്ക് കുരിശുമലയ്ക്ക് പോയേക്കാം. ഈ സൈഡൊക്കെ ഫുള്ള് ജനങ്ങളായിട്ടോ, അതായത് ഊട്ടിയിട്ടൊക്കെ പോലെ വണ്ടി പാർക്കിങ് കാര്യങ്ങളായിട്ടോ. കണ്ടിങ്ങനെ കോരിയിടുക.
ആൾക്കാര് ഫുള്ള് ചായപ്പീടി തന്നെ, ചായപ്പീടിയില് ചായപീടി തന്നെ. ഇതാ പാർക്കിംഗ് ഫുള്ളായിട്ടോ. മറ്റേ പൂക്കോട്ട് തടാകത്തേക്കൊക്കെ വന്ന പോലായി. ഇതാ പൂക്കോട്ട് തടാകത്തേക്ക് വന്ന പോലെ കക്കട പോലെ. അവിടെ ഫുഡ് സ്പോട്ട് വേറെ. നമ്മളെന്ന് വന്ന ഇവിടേക്ക് കൊറേ ആയിട്ട് നമ്മള് വന്നിട്ട് സീൻ ജനം നാടകം മാറിട്ടോ. ഇവിടെ പീടിയാമുറി ഉണ്ട്. അപ്പൊ ചായക്കട ഉണ്ടെങ്കിലും ഇതാ പീടിയാമുറി കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പൊ നബീല് മാത്രമാണ് ഇപ്പൊ നമ്മളെ വണ്ടിയിൽ ഗ്ലാസ് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് അങ്ങോട്ട് എന്തിനാ എല്ലാരും പോണേ? ഈ കട അപ്പൊ എന്തായാലും പോയേക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ ഇതാ അവിടെ ഒന്നാ ചെന്ന് ചിറിയരിന് അങ്ങനെ അവസാനം എന്തൊക്കെയാ ഞങ്ങള് കാട്ടണത്. അങ്ങനെ അവസാനം നമുക്ക് ആ പോക്കാൻ പ്രതീക്ഷയില്ല കേട്ടോ. അതാ പറന്നു പോണ കോടയും കാര്യങ്ങളും കിട്ടിയിരിക്കുകയാണ്. ഒരു മലന്റെ ചോട്ടിലാണ് നമ്മളുള്ളത്. ഹായ് ഹായ്, എന്താ വിശേഷം? ഹായ്, സുഖം. ഹായ് ഹായ്. ഓ കാലുമ ചളിയാവുന്നത് നബീലിനൊക്കെ വയസ്സായിട്ടോ. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതിനാളെ നബീല്. ഇപ്പൊ കാലുമ ചളിയാവും കരുതിയിട്ട് എന്ത് ചെയ്യാ, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, പ്രകൃതി രമണി ആസ്വദിക്കാതിരിക്കുകയാണ്. ഫുള്ള് പണി നടക്കട്ടെ ഈ നാട്ടില്. എല്ലായിടത്തും സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ആണ് കാണിക്കുന്നത്. അഫീഫ് വണ്ടിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓ ഏതാ അതൊക്കെ ഫ്രെയിം? അഫീഫ് ഫോട്ടോ കിട്ടിയോ അങ്ങടെ? എന്താ വിശേഷം? സുഖം. എങ്ങട്ടാ പോണേ രണ്ടാളും? പരിപാടിക്ക് കൊണ്ടോട്ടി. താങ്ക് യു താങ്ക് യു. പോയി കേറി ഇറങ്ങാ. ഇൻഷാല്ലാ കാണാം. സീ യു ബൈ. ഓ അതിന്റെ വീഡിയോ കിട്ടിട്ടോ. സോറി. ഹായ്. ദാ അഫീഫ് എടുത്ത വീഡിയോ ദാ. ഓ സീൻ ലുക്ക് അഫീഫേ വണ്ടി. ഓ മാഷാല്ലാ പൊടി വണ്ടി വരും ലുക്ക്. വരി വരി എടുത്തോളി. ഞങ്ങളൊക്കെ ഭയങ്കര ഫാനാ. എല്ലാരും ഐക്കര പഠിക്കാരാ? ഓക്കെ നടക്കട്ടെ, കാണാം ഇൻഷാല്ലാ. ഇല്ല മേലോറ്റം വെറുതെ ഇറങ്ങിയ ഇൻഷാല്ലാ കാണാം. ഓക്കെ പോയാ കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെ ഫൈനലി നമ്മൾ കക്കാടംപൊയിലിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ചെക്കന്മാരെല്ലാവരും കോട വന്നതിന്റെ സന്തോഷത്തിലാണ്, കോടമഞ്ഞ് വന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളെല്ലാവരും നിൽക്കുന്നത്. സൽമാനുണ്ട്, അഫിയുണ്ട്, റായിഫുണ്ട്. നിക്കായിന് വന്ന കെൻസവറുകൾ, നിക്കായിന് വന്ന കെൻസവറുകൾ ഇതാ ഓടിക്കളിക്കുന്നു, ചാടി കളിക്കുന്നു, തുള്ളി കളിക്കുന്നു. എന്റെ പാട്ടിൽ വീഡിയോ എടുക്കുക. അപ്പൊ എന്റെ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കേൾക്കണം. ലൈറ്റ് നല്ല കോടല്ലേ സാധനം വെച്ചെടുത്തത്. അപ്പൊ നമുക്ക് സാധാരണ കോട കിട്ടൂല എന്ന് കരുതിയിട്ട് നമ്മൾ വന്നിട്ട് നമുക്ക് നല്ല കോട കിട്ടിട്ടാ. സീൻ കോടയാണ്.
തുമ്മുണ്ടാ പുറത്തൊരു കാക്ക മൂത്രയ്ക്കാൻ നിന്നിനെ വ്ളോഗിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് ടെൻഷനാക്കി ഈ പാവത്തിനെ പൗതിക്കെന്ന് പറഞ്ഞിട്ട് വാ ഹായ് സുഖം താങ്ക് യു എന്താ വിശേഷം പേര് അമൽ എവിടെ സ്ഥലം കൊണ്ടോട്ടിക്കാരാ ആ കൊണ്ടോട്ടിയുടെ ആ നമ്മൾ കാളത്ത് വരലുണ്ട് ആ ഷാനുവിൻ്റെ അവിടെ വരല് താങ്ക് യു പിന്നെ അനസ്കാൻ്റെ അവിടെ വരലുണ്ട് ഇങ്ങോട്ട് നിളാ എന്തോ പേരുണ്ട് അനസ്കാൻ്റെ അടുത്ത് എന്താ പറയാ മുണ്ടമ്പലം അനസ്കാൻ്റെ മുണ്ടമ്പലല്ലേ അവിടെയും വരലുണ്ട് പിന്നെ ഐക്കരപ്പടി ബർഷാക്ക ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു പുതിയ പാട്ട് കേൾക്കോണ്ടി ഇന്നലെ ഒരു പാട്ട് ഇറങ്ങിക്കണേ അത് കേൾക്കോണ്ടി ഇൻഷാല്ലാ എന്തല്ലോ ആ ഇസ്ലാം സുഖം ബ്രോ ഹായ് എന്നാ കാണാം ഇൻഷാല്ലാ ഇറങ്ങാൻ പറ്റില്ല ഫാൻസാണ് ചെക്കന്മാരല്ലേ അവിടെ നമ്മൾ റോഡ് സൈഡിലാണ് നിർത്തിപ്പോയത് ഇൻഡോർ ചെയ്ത് നിർത്താനല്ലേ അത് പൊളിഞ്ഞാട് എല്ലാവരെയും നമുക്ക് കയറിയാൽ പൊളിഞ്ഞാടും കേട്ടോ അതിന്റെ സാധനം തന്നെ തലം വെച്ച് കൊണ്ടുപോണ്ടി വരും ആ വണ്ടിന്റെ ഓ മോനെ അതെന്താ വരുന്നേ ഇപ്പൊ ഒരു വേറെ സാധനം അയിമൊരു വേറെ സാധനം ഇപ്പൊ പോട്ടോ വൈകിട്ടോ അപ്പൊ മയത് എന്ത് ചെയ്യും ടാർപ്പ വലിച്ചേട്ടല്ലേ സെയിം ക്ലൈമറ്റ് അല്ലേ ഫുൾ കോടയായിട്ടാ എല്ലാരും പോയിന്റ് ഔട്ട് കാണിച്ചു ശിവേ ഓ മൊത്തം കോട കയറിയിരിക്കുവാണ് സുഹൃത്തുക്കളെ ഓൾ റൗണ്ട് കോട മൂടാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടണം കേട്ടോ കോട കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ് പക്ഷെ സീൻ കോട സീൻ ക്ലൈമറ്റ് പാറമ്മൽ ബോയ്സ് കേട്ടോ പാറമ്മൽ ബോയ്സ് ഇറങ്ങിയാണ് പാറമ്മൽ മഞ്ഞുമൽ അല്ലത് പാറമ്മലാണ് കേട്ടോ കൂറ്റൻ പാറമ്മൽ ബോയ്സ് ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ് എന്നാ ചായ കുടിച്ചാലോ അവിടെ പോയിട്ട് നല്ല സീൻ ചായ കിട്ടും ചായ കുടിച്ചോളൊക്കെ കുറ്റം പറഞ്ഞു നമ്മൾ ചായ സ്പോട്ട് തപ്പി പോവാണ് മഴ 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 അസീബേ കേറടാ അസീബേ കൊണ്ട കൊണ്ട കയറി കയറി കൈ കെട്ടിക്കാണ് മഴ പെയ്യുമ്പോഴേ കേറിക്കോ ബാക്ക് കാളെ കയറ്റാൻ നിക്ക അവിടെ സൽമാൻ ബാക്കത്തെ സീറ്റിൽ ഇരിക്കാൻ മടിച്ചിട്ട് ലാസ്റ്റ് കേട്ടോ അപ്പൊ എന്ത് ചെയ്തു ബാക്കത്തെ സീറ്റിലൊക്കെ മുന്നിൽ വന്നിരുന്നു സൽമാൻ ചായ കുടിച്ചല്ല എന്നാ വാ ഇക്കുനെ കാണാല്ല അത്ഭുതങ്ങളിലൊന്ന് ഇതാ കക്കാടംപൊയിൽ ഇതാ നാലാള് ഹെൽമെറ്റ് വെച്ച് പോകുന്ന സുഹൃത്തുക്കളെ ഈ ഒരു കൂട്ടുകാരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന് പറഞ്ഞിട്ട് നാല് ഹെൽമെറ്റ് വെച്ച് അതാ പ്ലേറ്റ് സോറി ഫോൺ ഹായ് അല്ലാ പടച്ചോനെ ഓന്റെ പേരെന്താ അമലോ ബൈ 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 ഹായ് ബൈ ബൈ
സുഹൃത്തുക്കൾ, എന്താ വെച്ചാൽ ഗ്യാങ്ങത്തെ എല്ലാവരും തന്തവൈബായി തുടങ്ങിയിരിക്കുകയാണെന്നുള്ളതിൻ്റെ തുടക്കമാണ്. വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരിക. അതായത് ഇതാ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ മൊത്തം പ്രകൃതി നിറയെ കോടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത്രയും കോടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുക, റീല് കാണുകയാണ് ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ചെയ്യണത്. നേരെ വരിക, കോടൻ്റെയും മലനിരകളൊക്കെ അടിയിൽ വന്നിട്ട് റീല് കാണുക. തന്തവൈബായി മുടി നിറച്ചു, പ്രായം നിറച്ചു, തിന്നണത് വെറും ഇതാണ്, മറ്റേ വസലർച്ചയും പൊറാട്ടയും കാര്യങ്ങളൊക്കെയാണ് തിന്നണത്. പൊറാട്ട പഞ്ചസാരി കൂട്ടി തിന്നുക, കട്ടൻ ചായ തിന്നുക. ഈ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. വരൂ, ബാഗി ജീൻസ് ഒക്കെ ഇട്ടാണ്ട് ഓക്കെ ശരി 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 ഏട്ടാ. എൻ്റെ പേരെന്താണ്? ഓ ആയിഷ ഹിസ. എത്ര ക്ലാസ്സിലാണ് കുട്ടി? ഓ, ടൂർ ഒന്നാണ്. മഴ നനഞ്ഞ് സ്കൂൾ ഇതാവൂലേ? ഫുള്ള് നനഞ്ഞിക്കണല്ലോ ഓൾറെഡി. കാണട്ടാ, ബൈ ബൈ. ആര് ആരോ പറഞ്ഞേ അങ്ങനെ ബൈ. അപ്പം മഴ പെയ്തു, സീൻ ക്ലൈമറ്റ് അല്ലേ, നമുക്ക് സംഭവങ്ങൾ മുതലായി. ചെറിയൊരു ട്രിപ്പാണ്. നബീലൊക്കെ തണുത്തു, ഫുള്ളിരുന്നു, ഒരു മിണ്ടണില്ല. അതായത് എനിക്കാണ് എന്തോ ഒരു നിരാശ മോഡലാണ് നബീൽ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്താണ് നബീലിന് പറ്റിയെന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി കുട്ടി ഇട്ട് പോയോ, അതോ ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിക്കണ്ട, അതിൻ്റെ ഒപ്പം നടത്താൻ വീട്ടുകാർ വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്തോ ഒരു മാനസിക പ്രശ്നം നബീലിനെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും. ആ ഒരു സങ്കടം മുഖത്ത് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം. ഇതാ കക്കടമ്പയിൽ നിന്ന് വന്ന് നേരെ വിളിച്ചാത്തൊരു പരിപാടി കൂടാൻ പോവാണ്. അസീബ്, കെൻസ്, റായിഫ്, സൽമാൻ, നബീലൊക്കെ ക്ഷണമില്ലാത്ത സൽക്കാരത്തിന് കയറി പോവാണ്. അതോ പോണത് എന്താ പരിപാടി ഇവിടെ? ഇതാരെ വരിക? അൻഷുന്റെ എന്താ പരിപാടി വൈഫ് ഇവിടെ? എനിക്കറിയില്ല, ആകെ എന്തൊക്കെയോ വലിയ പരിപാടിയാണ്. ആകെ കാറാള് പുറത്ത്. എന്താ പരിപാടി? എന്താ പരിപാടി വന്നതാ? നമ്മുടെ സൽക്കാരം. ഇതാണ് ആലി കേട്ടോ സുഹൃത്തുക്കളെ. എന്റെ ആലിയാണ് ആലിക്കുട്ടി. പിന്നെ നമ്മുടെ ഔക്കറാപ്പാപ്പല്ല, ഓപ്പനാപ്പാപ്പ. ഓപ്പണാപ്പാപ്പന്റെ വീട്. ആരോ പരിപാടിയാ? ഓപ്പണാപ്പാപ്പൻ. എന്താ പരിപാടി? അൻഷുവിന്റെ കാണാൻ വന്നല്ലേ? അൻഷു വന്നിട്ടുള്ള സൽക്കാരം. നബീല് വന്നപ്പോ കക്കൂസ് കയറി കേട്ടോ. ആരെ പരിപാടിക്ക് വന്ന നമ്മള്? അൻഷുവിന്റെ എന്താ പരിപാടി? അൻഷുവിന്റെ അവിടെ എന്തോ പരിപാടി, വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? എന്റെ ചെറിയ കുട്ടീനെ വർത്താനം എന്താ? സുഖാണോ? ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ചെറിയ കുട്ടീനാണോ ഇഷ്ടം, അന്നെയാണോ ഇഷ്ടം? പക്ഷെ ഞാൻ കേട്ടത് ചെറിയ കുട്ടീനാണ് പൊതുവെ സ്നേഹം കിട്ടണമെന്നാണല്ലോ ഞാൻ കേട്ടത്. സത്യാണോ? ഈ ഒരു പാട്ട് എടുത്തിട്ട് ഒരു പാട്ട് ഒരു പാട്ട് അണ്ടു പാടലുണ്ട്. അണ്ടു പാടലുണ്ട്. അണ്ടുവിന് എന്താ പറയല്? ഒരു പേര് പറഞ്ഞല്ലോ, ഫാത്തിമ അണ്ടോ? എന്താ പറഞ്ഞേ? ഫാത്തിമ അണ്ടു. കഴിച്ചോ? വിളിക്കാത്ത ഇപ്പം പിന്നെ അവന്റെ അപ്പന്റെ പേരാണ്.
അവസാനം വന്ന ആൾക്കാർ ആദ്യം ഫുഡ് കഴിക്കുക. അത് നമ്മുടെ എന്തിനാണ് ഫിഫയുടെ തീരുമാനത്തിനെതിരാണ്. മനസ്സിലായില്ലേ? ആലിയ അതെവിടെയാ കിട്ടണേ? അതെന്താ ശിബിയെ? ഓ മാമി സ്പെഷ്യൽ മാംഗോ പുഡിംഗ്. ഓ ആകെ പെട്ടിട്ടുണ്ടോ? ഫുഡ് കഴിക്കും വേണം. എന്നാ ഇവിടെ ആയിട്ടുള്ള ആരും പരിചയമല്ല. ഹലോ പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കണില്ല. ആകെ കുടുങ്ങിയിട്ടുണ്ടോ? ഹായ് ഹായ്. അപ്പം നമ്മൾ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നാപ്പാപ്പാൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ എല്ലാവരും കണ്ട പോലെ തന്നെ നമ്മൾ ഒരു ട്രിപ്പ് പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഇക്ക വിളിക്കണത്. പെട്ടെന്നാണ് വരവ് പറഞ്ഞത്. ആദ്യനോട് പറഞ്ഞു നാളെ വരും എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടികളെല്ലാവരും കൂടി ഇന്ന് തന്നെ വരണം എന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂരിലാണ് നമ്മുടെ ലംബോസ് ക്യാമറാസ് നടത്തിയ ലാസ്റ്റ് ഗിവ് അവേയിലെ വിന്നർ വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ പേര് ജിഷാർക്ക. അപ്പം തൃശ്ശൂരിൽ നിന്നുള്ള വിന്നേഴ്സാണ്. ഒരുപാട് ഗിവ് അവേയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ലംബോസ് ക്യാമറാസ് സ്പോൺസർ ചെയ്തിട്ടുള്ള iPhone 17 Proൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഇട്ടതാണ്. ഫ്രഷ് സാധനം നമ്മൾ ഇക്കാക്ക് കൊടുക്കാൻ പോവാണ്. അപ്പം ഇനിയും പങ്കെടുക്കണം. കുടുംബക്കാരെല്ലാവരും പങ്കെടുപ്പിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു അല്ലേ? ഒരുപാട് നേരം വൈകി എണീച്ചു. 4 മണിക്കാണ് എല്ലാവരും എണീച്ചതെങ്കിലും 4 മണിക്ക് ശേഷം ഒരു 2 മണി വരെ, അതായത് നമ്മൾ കറക്റ്റ് കാനഡിയൻ ഒരു ഷെഡ്യൂൾ. രാത്രിയായോ ഉറങ്ങൂല, ഉറക്കല്ല, അങ്ങനത്തെ ഫീല് ചെയ്യണില്ല നമുക്ക്. ഇല്ല, ഉറക്കം വരുന്നില്ല. ഇല്ലേ. ഇന്നിപ്പോ നമ്മളെന്താ വെച്ചാല് നമുക്ക് വീട്ടിലെ ലാൻഡ്സ്കേപ്പിന്റെ ഉറക്കം വരുന്നുണ്ടോ? അനക്ക് തീരെ ഉറക്കം വരും. മൊത്തത്തില് സൈക്കിൾ തെറ്റി കിടക്ക. ഇല്ല, മെഷീൻ ഫുള്ള് തെറ്റിട്ട് അനക്കുറക്കല്ലേ? എനിക്കുണ്ട്. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മള് നാപ്പാപ്പാനെ ഇവിടുന്ന് ബിരിയാണി സെയിം ബിരിയാണി. എൻ്റെ മോനെ, ഞാൻ 2 മാസമായി ബിരിയാണി നിന്നിട്ടാ. ഈ ചെത്രായി ഇന്നലെ മിനിയാന്നോ അല്ല എന്തായാലും 2 മാസത്തിന്റെ അടുത്തായി. അതുകൊണ്ടാണല്ലോ ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല, രസം സമ്മതിച്ചു. ബാക്കി ബിരിയാണിനെ കുറിച്ച് വീണ്ടും 2 വാക്ക് സംസാരിക്കാൻ ഹനാൻഷ്. അപ്പൊ നമ്മളെന്താ അതിന് ശേഷം ട്രിപ്പ് പോയി. പക്ഷെ നബീലൊക്കെ എന്താ വെച്ചാൽ പണ്ടത്തെ ഒരു വൈബിക്ക് വരുന്നില്ല. അതായത് ആ നേരത്ത് ഫുള്ള് സൈലന്റ് ആണ്. ട്രിപ്പ് പോയപ്പോൾ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. മുണ്ടാതിരിക്കുക വ്ളോഗിലൊക്കെ ഇങ്ങനെ പോവാനായോ വന്നിട്ട് പെരു വച്ചുമുളി നമ്മള് അപ്പോൾ ഫുള്ള് വണ്ടിയിലല്ലേ. നമുക്ക് എന്റർടൈൻമെന്റ്, നമുക്കിപ്പോൾ വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്റർടൈൻമെന്റ് സജസ്റ്റ് ചെയ്യാം. എന്ത് എന്റർടൈൻമെന്റ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യാം. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും, സൽമാൻ എല്ലാവരും ഫ്രീ ആണ്, മൊത്തത്തിൽ ഫ്രീ ആണ്. ജിമ്മി കല്യാണ ഫീൽഡ്, കല്യാണം കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന കുറവാണ്. കല്യാണ ഫീൽഡ് ഫ്രീ ആണ്. അസീബ് ഫ്രീ ആണ്. എല്ലാ പണിക്കാരും ഫ്രീ ആണ്. പാട്ടുകാർ ഫ്രീ ആണ്. പാട്ടുകാർക്ക് ഒരു പണിയില്ലേ. നമുക്ക് ആർക്കും വർക്കില്ലാത്ത ടൈമാണ്. കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓഫ് സീസൺ ആവും. നമ്മൾ പണിക്ക് പോവാത്ത സീസണാണ്. നമുക്ക് നമ്മൾ നല്ല ചില്ല് ചെയ്തിരിക്കുന്ന സീസൺ. അപ്പം നമുക്ക് ഈ ഒരു സീസണിൽ എന്തൊക്കെ ഇപ്പൊ കന്നിമാസാണ്. കന്നിമാസം മഴക്കാല കന്നിമാസം ഒന്നും ചേർന്നാല് അപ്പൊ നമ്മളിന്ന് ഒരുപാട് പണികൾ ചെയ്തു. നമ്മള് ട്രിപ്പ് പോയി, ലാൻഡ്സ്കേപ്പിന്റെ ആൾക്കാരെ നമ്മൾ മീറ്റിംഗ് ചെയ്തു. നമ്മൾ ഗിവ് വിന്നറിന് ഗിഫ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ഗിവ് ഇത് ഞാൻ നാട്ടിലില്ലാത്ത ടൈമിലാണ് ഈ വിന്നർ വന്നത്. ഗോൾഡൻ പാലസിന്റെ ഗിവ് അവേ അതാ ഗുഡ് വെക്കേഷൻസ്, അതന്നെ ഗുഡ് വെക്കേഷൻസ് ബൈ ഗോൾഡൻ പാലസ്. അപ്പൊ അബുക്കാന്റെ നമ്മളെ തായ്ലൻഡ് കൊണ്ടുപോയ അബുക്കും ജുനിക്കും ഒക്കെ പാടെ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അന്ന് എല്ലാ ഗിവ് അവേന്റെ ഗിഫ്റ്റും നമ്മളെന്നല്ല നേരിട്ട് എല്ലാം കൊടുക്കല്. എല്ലാം ഇത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് ഓല് കൊടുത്ത എവിടെയുള്ള ഗസ്റ്റാണ്, അല്ല വിജയ് എവിടെയുള്ള ആളാന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്ക് കിട്ടി. ആള് ഏറ്റുവാങ്ങേണ്ട ചിത്രങ്ങളാണ്. iPhone 17 Pro ഏറ്റുവാങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വന്ന ഗിവ് വേണ്ടിയും അതേപോലെ തന്നെ ഇതിപ്പോൾ ഈ ഗിവ് എടുത്തിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചൻ്റെ മേലായി. ഗിഫ്റ്റും അങ്ങനെ ആൾ വരുന്നില്ല.
ആള് ഓരോ കല്യാണം കാര്യങ്ങളായിട്ട് തിരക്കിലായിട്ട് നടക്കേനി. പക്ഷെ എന്തായാലും എല്ലാവരും ഗിഫ്റ്റ് നമുക്ക് പറ്റൂല. അപ്പൊ എന്തായാലും മൂപ്പരെ ഗിവേന്റെ ഗിഫ്റ്റും നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും എന്റർടൈൻമെന്റ് തപ്പിയാണ്. കൈസാനൊക്കെ കണ്ടില്ല, വെറുതെ പാമ്പും കോണിയും കളിച്ചിട്ട് 2000 തന്നെ ലെവല് വേറെ ആടൊന്നും വരാതെ സത്യം അപ്പൊ നമുക്ക് പറ്റിയ എന്റർടൈൻമെന്റ് പാക്കേജുകൾ എന്തൊക്കെയുള്ളത് ഈ ഒരു ടൈമില്? മഴയത്ത് വണ്ടർലേ ഭയങ്കര ഉണ്ടാവും, ഇടങ്ങാറാവൂലേ? വൈക്ക് വീണ് തലടിച്ച് അപ്പൊ സ്പീഡ് കൂടും. മാണ്ടാ അവിടെ ഉള്ള സ്പീഡിൽ തന്നെ പോവാച്ച് പേടിയാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എന്തൊക്കെ എന്റർടൈൻമെന്റ് പാക്കേജുകളുണ്ട് എല്ലാവരും കമന്റ്സിലും സജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം, അപകടമില്ലാത്ത സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ എന്റർടൈൻമെന്റ് കൂടുതൽ നോക്കുന്നത്. നമ്മൾ 2 റിസോർട്ടൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്, 2 ട്രിപ്പ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ട്രിപ്പും കാര്യങ്ങളും നടക്കും. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് പല പരിപാടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും അന്യനാടുകളിൽ നിന്ന് എത്തിച്ചേരലുകൾ വളരെ മസ്റ്റാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കൊരു ഇനി വരാനുള്ളത് അവരാ ഔതക്കുട്ടി. അപ്പോൾ എന്തായാലും അതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഒരുപാട് സർപ്രൈസുകൾ വെയിറ്റിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഇഷ്ടപ്പെട്ട മസ്റ്റ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 3.55 കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു 3.6 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വ്ളോഗ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. അപ്പോൾ ബാക്കി 2 വാക്ക് സംസാരിക്കാൻ ആശംസാ പ്രസംഗത്തിനും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഫിർമിഗോ നബീലിനെ ക്ഷണിക്കുന്നു. അപ്പം അതന്നെ അത് പറയട്ടെ, ബഹുമാനപ്പെട്ട അങ്ങനെ പറയും. അനക്ക് നാളെ സ്കൂളിൽ ഒരു വാർഷികാഘോഷം വന്നാലും ഒരു വായന ദിനം വന്നാലും ജെ പറയണ്ടേ സ്കൂളിൽ കയറിയിട്ട്? അത് ആശംസ നന്ദി പറഞ്ഞ പോലെ. ഇന്ന് വായന ദിനാണ്, ഇന്ന് വായിച്ചൊന്ന് പോയി കൈയായിരുന്നു. അതൊന്നും പറയില്ല, നന്ദി പറഞ്ഞ പരിപാടി പരിസ്ഥിതി ദിനം. നന്ദി പറയട്ടെ, നന്ദി പറയും. വായന ദിനം ആരെ കൊണ്ടാണ് കൊണ്ടാടുന്നത്? ആരുള്ളോണ്ടാണ് വായന ദിനം കൊണ്ടാടുന്നത്? മറ്റേ തിരൂരുള്ള തുഞ്ചനോ? തുഞ്ചത്തെ ഇട്ടച്ചനോ? അറിയണമാതിരി പറച്ചിലേട്ടാ ഒക്കെ അറിയണ മാതിരി. വായന ദിനം കഴിഞ്ഞില്ലേ? ആണല്ലേ? ഗൂഗിൾ അപ്പൊ ഞങ്ങളെ കക്കാടമ്പയിൽ വ്ലോഗ് കണ്ട എല്ലാവർക്കും അല്ല സ്റ്റേജിലാണ് അങ്ങനെ പറയും. ബഹുമാനപ്പെട്ട അപ്പൊ നമ്മുടെ വ്ലോഗ് കണ്ടിരിക്കുന്ന അല്ല പിന്നെ വ്ലോഗ് സ്റ്റേജിലാണ്. വ്ലോഗ് കാണാനൊക്കെ ഇവിടെ ക്രൗഡാണ്. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാർ ഫുള്ള് ഇവിടെ സീറ്റിൽ ഇരിക്കാണ്. എന്റെ 2 വാക്ക് കേൾക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇങ്ങനൊന്നും പറയാൻ കഴിയില്ല. സൽമാൻ പറഞ്ഞു സ്കൂളിൽ ഒരു വാർഷികാഘോഷം വന്നാൽ എനിക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെ അറിയാം അച്ഛമ്മനോട്? മാന്യ വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ സ്കൂൾ വാർഷികാഘോഷത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ, ഫസ്റ്റ് മാതാപിതാക്കൾ, PTA, MTA, CTA അംഗങ്ങൾ, ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അവർകൾ, മറ്റേ വാർഡ് പ്രസിഡന്റ് ബ്ലോക്ക് അവർകൾ, അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ അറിയോ സ്കൂൾ കുട്ടികളെ കണ്ണിൽ പൊട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ. ഞാൻ പല പഞ്ചായത്തിലോ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം വഹിച്ച നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ബാബു സാർ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എവിടെയും കണ്ണിലൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഈ ബ്ലോക്ക് വൈസസിനെ ഒക്കെ ഒന്നിങ്ങനെ എന്ത് ചെയ്യണം, ഒന്നിങ്ങനെ പൊക്കി നിർത്തണം. അപ്പോഴേ സ്കൂളിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ കിട്ടിപ്പോയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മളെ പഞ്ചായത്ത് പരിപാടിയിൽ ഒത്തുചേർന്ന നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസീബ് സാർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ അപ്പൊ ടീച്ചേഴ്സിനെയും ഒന്ന് പൊക്കി പറയണം HM, കാരണം ടീച്ചേഴ്സും എന്താണ്, ടീച്ചേഴ്സിന്റെയും കൂടി ഒരു ഇതാണ് സ്കൂള്. അപ്പൊ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സ്കൂളിനെ താങ്ങായും തള്ളായും പിടിച്ചിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, ഇവരുണ്ടായിട്ടും കാര്യമില്ല, കുട്ടികളുടെ സ്കൂളിൽ നീങ്ങുള്ളൂ. അപ്പൊ പറയണം നമ്മുടെ എല്ലാമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. അങ്ങനെ പറയും. അല്ല അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വേദിയിൽ ഇരിക്കേണ്ട പോലെ പറയും, നിങ്ങളെല്ലാവരും ഇന്ന് വന്നിട്ടുള്ളത്
എൻ്റെ ഈ ഒരു പ്രസംഗം കേൾക്കാനല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉപസംഹരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ചെറിയ വേദന ഉണ്ട്. ദീർഘിപ്പിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് എന്ത് ചെയ്യുക. ഒരു പ്രസംഗത്തിൻ്റെ ബേസിക് മാനേഴ്സ് പഠിച്ചിട്ടുണ്ട്. നാളെ B.Ed പഠിച്ച അധ്യാപകനായ ഒരു സ്കൂളിൽ ഹൈസ്കൂൾ കുട്ടികളെ മുന്നിൽ പോയി നിൽക്കാനുള്ള അധ്യാപകനല്ലേ ഈ ഇജ്ജ് പോയിക്കോ അച്ഛമ്മേന്ന് അറിയാൻ പറ്റുമോ? നബിൽ എന്താ പറയുക, പുതിയ സാറ് വന്നിരിക്കണം, നബിൽ സാറോട് പറയാം ആശംസ. അപ്പം നബിൽ സാറ് ഒന്ന് പോയി കാണാം അച്ഛമ്മേ, എനിക്ക് മൈക്കാണ് കൊടുക്കുക അച്ഛമ്മേ, നിങ്ങൾക്ക് കുറെ പരിചയമല്ലേ അച്ഛമ്മേ, നിങ്ങൾ പറഞ്ഞോളൂ അച്ഛമ്മേ. പറഞ്ഞു നീ വൈൻഡപ്പ്. അപ്പോൾ സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗേഴ്സ്. അപ്പം എന്തായാലും നമുക്ക് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. കിടലൻ 1-2 അൺബോക്സിംഗ് വ്ളോഗ് വരാണ്ട്, സർപ്രൈസിംഗ് വ്ളോഗ് വരാണ്ട്, ട്രാവലിംഗ് റിസോർട്ട് വ്ളോഗുകൾ വരാണ്ട്. അപ്പം എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. 1-2 ആൾക്കാർ നാട്ടിലേക്ക് വരാനുണ്ട്. അപ്പം എന്തായാലും ബാക്കി എല്ലാ വിശേഷങ്ങളും നമ്മൾ കാണാൻ അറിയിക്കാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.